विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ ജ്ഞാനിയുടെ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് തിരുമൂലദേവൻ ഇവിടെ വിശദമാക്കുന്നു. നോക്കൂ, വാശിയും അഹന്തയും വ്യക്തിമഹാത്മ്യം ഏതും ആശയാലെ പുലമ്പിച്ചൊല്ലുന്ന ഫലം എന്താവോ ആശയും അഹന്തയും അറത്തെറിയാത്ത പക്ഷം ഈശൻ വസിക്കും സ്ഥാനം തെല്ലൊന്നറിഞ്ഞിടാമോ. ഈശൻ വസിക്കുന്ന സ്ഥാനം തെല്ലൊന്നറിഞ്ഞിടാമോ. അതായത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈശൻ വസിക്കുന്നു. ചിതാകാശമായ ശിരസിൽ ശിവൻ എപ്പോഴും ദേവിയോടൊത്ത് ഒരുമിച്ച് മേളിക്കുന്ന അവസ്ഥാവിശേഷത്തിലാണ് ഒരു ജ്ഞാനി എപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ തൻ്റെ ചിതാകാശമാകുന്ന കാശിയിൽ, അതായത് ശിരസിൽ എപ്പോഴും ശിവശക്തി മേളനം നടക്കുമ്പോഴുണ്ടാകുന്ന ആ ശിവാനന്ദ ലഹരിയിലാണ് ഒരു ജ്ഞാനി എപ്പോഴും കഴിയുന്നത്. നോക്കൂ, ഈശൻ വസിക്കും സ്ഥാനം തെല്ലൊന്നറിഞ്ഞിടാമോ. ഈശൻ വസിക്കുന്ന സ്ഥാനമാണത്. അങ്ങനെ ശിവൻ വസിക്കുന്ന, ശിവപാർവതിമാർ വാണരുളുന്ന കാശി എന്ന ശിരസിൽ നാം എപ്പോഴും ശിവശക്തിയുടെ മേളനത്തിൽ നിന്നുണ്ടാകുന്ന പരമാനന്ദ നിർവൃതിയിൽ ലയിച്ച് ശിവാനന്ദ ലഹരി നുകർന്നുകൊണ്ട് കഴിയുന്നു. ഇത് ഒരു ജ്ഞാനിയുടെ അവസ്ഥയാണ്. പക്ഷേ ഈ ജ്ഞാനിയുടെ അവസ്ഥയെ എപ്പോഴും ഇല്ലാതാക്കുന്ന 2 ഘടകങ്ങളുണ്ട്. അത് ആശയും അഹന്തയുമാണ്. ആശ, ആഗ്രഹം. ആഗ്രഹവും അതേപോലെ അഹന്ത, ഞാനെന്ന ഭാവം, അഹംഭാവം. ഈ 2 ഘടകങ്ങളാണ് നമ്മെ ജ്ഞാനത്തിൽ നിന്ന് അജ്ഞാനത്തിലേക്ക് തെന്നി വീഴിപ്പിക്കുന്നത്. അപ്പോൾ അജ്ഞാനത്തിൻ്റെ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ആശയും അഹന്തയും. വാശിയും അഹന്തയും വ്യക്തിമഹാത്മ്യമേതും ആശയാലേ പുലമ്പിച്ചൊല്ലുന്ന ഫലമെന്താവോ. ആശ കൊണ്ട് ഈ ജ്ഞാനത്തിൻ്റെ അവസ്ഥ പൂർണ്ണമായും ഇല്ലാതെ അജ്ഞാനത്തിൻ്റെ പടുകുഴിയിൽ ഒരു സാധകൻ വീണു പോകുന്നു. അപ്പോൾ ഒരു സാധകനെ അജ്ഞാനത്തിൻ്റെ, അന്ധകാരത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നത് എന്താണ്? അഹന്തയും ആശയും ആണ്. അതുകൊണ്ട് ആശയും അഹന്തയും ആദ്യം അറുത്തെറിയുക. ആശ എന്ന് വെച്ചാൽ ആഗ്രഹം. ആ ആഗ്രഹങ്ങൾ 1 കിട്ടിയാൽ 10ന് മോഹം എന്ന് പറയുന്ന, 10 കിട്ടിയാൽ 100ന് മോഹം. അങ്ങനെ ആശ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. ആശയ്ക്കൊരു അറുതിയില്ല. ഈ ആശ ഉള്ളിടത്തോളം കാലം ഒരു സാധകൻ എപ്പോഴും നിരാശയും ഉണ്ടാകും. അതുകൊണ്ട് ആശയുടെ വേരറുക്കാതെ നിരാശയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഇല്ല. അപ്പോൾ നിരാശയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആശയുടെ വേരറുക്കുക തന്നെ വേണം. അപ്പോൾ ആശയും അഹന്ത. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അഹന്തയാണ്, ഞാനെന്ന ഭാവം. ആ ഞാനെന്ന ഭാവവും നമ്മളെ അജ്ഞാനത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിടും. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം സാധകൻ ശ്രദ്ധിക്കണം. ഒരിക്കലും ആശയ്ക്ക് അടിമപ്പെടരുത്, ആഗ്രഹത്തിന് അടിമപ്പെടരുത്. അതേപോലെ അഹംഭാവത്തിന്, ഞാനെന്ന ഭാവത്തിന് ഒരിക്കലും അടിമപ്പെടരുത്. അങ്ങനെ അഹംഭാവം ഒരു സാധകനെ എപ്പോഴും അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. സാധകൻ എപ്പോഴും ജ്ഞാനാവസ്ഥയിലെ ചവിട്ടുപടികൾ കയറുമ്പോൾ പോലും ഈ അജ്ഞാനത്തിൻ്റെ അഹന്തയും അതേപോലെ ആഗ്രഹവും അയാളെ താഴേക്ക് പിടിച്ച് വലിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പാമ്പും കോണിയും കളി പോലെയാണ് ഒരു സാധകൻ്റെ സാധനാ ജീവിതം.
അയാളുടെ നിഷ്ഠ എന്ന് പറയുന്നത്, സാധന എന്ന് പറയുന്നത് എപ്പോഴും അജ്ഞാനത്തെ ഇല്ലാതാക്കി ജ്ഞാനഭൂമിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതായത് ഈശ്വരനെ, ശിവനെ ഭജിക്കുന്നവരെ 4ആയിട്ട് ഭാഗവതം തിരിക്കുന്നുണ്ട്. ഈശ്വരനെ ഭജിക്കുന്നവരെ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ഒരു വിഭാഗം ആർത്തന്മാരാണ്. ജീവിതത്തിൽ എന്തുണ്ടായിട്ടും എന്തൊക്കെ നേടിയിട്ടും സമാധാനവും സംതൃപ്തിയും കിട്ടാതെ വിഷമിക്കുന്നവർ ആശ്വാസത്തിനായി ഈശ്വരൻ്റെ നേരെ തിരിയുന്നു. ഇതാണ് ആർത്തന്മാർ. ഏതെങ്കിലും ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ മാത്രം ഭഗവാനെ പ്രാപിക്കുന്നവർ. പിന്നെ ജിജ്ഞാസുക്കളുണ്ട്. പരമാത്മതത്വം എന്തെന്നറിയാൻ ആഗ്രഹിക്കുന്നവർ ഭഗവാനെ പ്രാപിക്കുന്നു, ഭഗവാനെ ഭജിക്കുന്നു. പിന്നെ അർത്ഥാർത്ഥികളുണ്ട്. ഇവരാണ് കൂടുതലും. എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും ചില ആഗ്രഹങ്ങൾ. അവ നിറവേറ്റാൻ പലതരത്തിലുള്ള പ്രവൃത്തികളിൽ മനുഷ്യർ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രവർത്തിക്കാൻ വേണ്ട ശക്തി അവർക്ക് ലഭിക്കുന്നത് പരമാത്മാവിൽ നിന്നല്ലാതെ മറ്റെങ്ങും നിന്നല്ലല്ലോ. അപ്പോൾ അർത്ഥത്തിന് വേണ്ടി അർത്ഥിക്കുന്ന ഭക്തന്മാരുണ്ട്. 4ാമത്തെ വിഭാഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗം, ജ്ഞാനികളുടെ അവസ്ഥ. അതാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. മറ്റ് 3 അവസ്ഥയിലുള്ളവരെ കുറിച്ചിട്ടല്ല, മറിച്ച് 4ാമത്തെ ഏറ്റവും ഉന്നതമായ ജ്ഞാനികളെ കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. ഇവർ വളരെ വിരളമായിരിക്കുമെന്ന് ഭഗവത്ഗീത പറയുന്നു. അവർ ഭഗവാനെ ഭജിക്കുന്നു ഒന്നും നേടാനല്ല. അവർ ഒന്നും ആവശ്യപ്പെടുന്നുമില്ല, ഒന്നും പ്രതിഫലമായി പ്രതീക്ഷിക്കുന്നുമില്ല. പരമപ്രേമത്താൽ പ്രചോദിതരായി വ്യക്തിത്വത്തെ പരമാത്മാവിൽ സമർപ്പിക്കുന്ന ജ്ഞാനിയുടെ ഒരേ അപേക്ഷ, ഹേ പരമേശ്വര, നിന്തിരുവടിയിൽ നിന്ന് ഭിന്നനാണ് ഞാനെന്ന തോന്നൽ ഒരിക്കലും എനിക്കുണ്ടാകരുതേ. ഞാൻ തന്നെയാണ് നീ തന്നെയാണ് ഞാനെന്ന അവസ്ഥയിലേക്ക് എനിക്ക് എപ്പോഴും വിരാജിക്കാൻ സാധിക്കണമേ. ഈ ഉള്ളവനെ സ്വീകരിക്കൂ, നിന്തിരുവടിയോട് ചേർത്ത് പിടിക്കൂ, ഞാൻ അങ്ങയിൽ ലയിക്കട്ടെ. ഇതായിരിക്കും ഒരു ജ്ഞാനിയുടെ എപ്പോഴത്തെയും അവസ്ഥ. മേൽപ്പറഞ്ഞ 4 തരം ഭക്തന്മാരിൽ ജ്ഞാനിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, വിശിഷ്ടനായിട്ടുള്ള ഭക്തൻ എന്നാണ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത്. പിന്നെ ജ്ഞാനവിജ്ഞാന യോഗത്തിൽ, ഭഗവത്ഗീതയിലെ ജ്ഞാനവിജ്ഞാന യോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, സർവം ബ്രഹ്മമയം എന്ന അനുഭവം സിദ്ധിച്ച ജ്ഞാനികൾ വളരെ വിരളമാണ്. ഇത് കേട്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. സാധകരെ നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഭഗവാൻ പറഞ്ഞത്. ലോകത്തിലെ മൊത്തം ജീവരാശികളുടെ എണ്ണവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ജ്ഞാനികളായ മനുഷ്യർ എത്ര കുറവാണെന്നേ ഇതിനർത്ഥമുള്ളൂ. അപ്പോൾ ജ്ഞാനികൾ എപ്പോഴും വളരെ വിരളമാണ്. ഈ ജ്ഞാനത്തിൽ നിന്ന് സാധകനെ തള്ളി താഴേക്കിടുന്നത്, അന്ധകാരത്തിലേക്ക്, അജ്ഞാനത്തിലേക്ക് തള്ളിയിടുന്നത് എപ്പോഴും ആഗ്രഹവും അഹംഭാവവുമാണ്. ഇത് ഏറ്റവും ഭംഗിയായിട്ട് ജ്ഞാനപ്പാനയിൽ പൂന്താനം നമ്പൂതിരി വിവരിക്കുന്നുണ്ട്. ഇതാ നോക്കൂ, വൃത്തിയും കെട്ട് ധൂർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. അർത്ഥമെത്ര വളരെ ഉണ്ടായാലും തൃപ്തി പോരാ മനസ്സിനൊരു കാലം. 10 കെട്ടുകൾ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും ആശയായുള്ള പാശമതിങ്കെന്ന് വേർവിടാതെ കരയേറുന്നു മേൽക്കുമേൽ. സ്വത്തുക്കൾ ചെന്നിരുന്ന ആലയാർത്ഥത്തിൽ സ്വൽപ്പമാത്രം കെടാ ചില ദുഷ്ടന്മാർ. ചത്തുപോവും നേരം വസ്ത്രം അതുപോലും മുത്തിടാ കൊണ്ടുപോവാനെന്ന് ആരോർക്കുന്നു.
ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥ. അർത്ഥമെത്ര വളരെ ഉണ്ടായാലും തൃപ്തി പോരാ മനസ്സിനൊരു കാലം എന്നാണ് പൂന്താനം പറയുന്നത്. എത്ര അർത്ഥം കിട്ടിയാലും വീണ്ടും വീണ്ടും ആ ആഗ്രഹങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. അതേപോലെ തന്നെ അഹംഭാവവും മനുഷ്യനിൽ കുടികൊള്ളുന്ന ആ അജ്ഞാനത്തെ വളർത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അജ്ഞാനത്തെ വളർത്തുന്ന രണ്ട് പ്രധാന ദുഷ്ടശക്തികളാണ് അഹന്തയും ആശയമെന്ന് എല്ലാ മഹായോഗികളും നമ്മളോട് വീണ്ടും വീണ്ടും പറയുന്നു. ഇതാ നോക്കൂ, വാശിയും അഹന്തയും വ്യക്തിമാഹാത്മ്യമേതും ആശയാലേ പുലമ്പിച്ചൊല്ലുന്ന ഫലമെന്താവോ? ആശയും അഹന്തയും അറുത്തെറിയാത്ത പക്ഷം ഈശൻ വസിക്കും സ്ഥാനം തെല്ലൊന്ന് ആരറിഞ്ഞിടും. ഈശൻ വസിക്കുന്ന സ്ഥലം അറിയണമെങ്കിൽ ആദ്യം സാധകൻ ചെയ്യേണ്ടത് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക. ആഗ്രഹങ്ങളുടെ ആ അളവ് കുറച്ച് അവസാനം ആഗ്രഹങ്ങളേ ഇല്ലാത്ത, ആശകളേ ഇല്ലാത്തൊരു തലത്തിലേക്ക് എത്തിച്ചേരുക. അതേപോലെ ഞാനെന്ന ഭാവം, അഹന്ത പൂർണ്ണമായും ഇല്ലാത്തൊരു തലത്തിലേക്ക് ഞാൻ തന്നെ ബ്രഹ്മം തന്നെ ഞാൻ, സകലതും ബ്രഹ്മമയം, ഈശാവാസ്യം ഇതം സർവം എന്ന ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ആ അർത്ഥതലങ്ങളെ സാക്ഷാത്കരിച്ച ഒരാൾ തീർച്ചയായിട്ടും ജ്ഞാനിയായിരിക്കും എന്നാണ് തിരുമൂലദേവൻ പറയുന്നു. അതുകൊണ്ട് ആശയെ ത്യജിച്ചിടൂ, ആശയെ ഇല്ലാതാക്കൂ. ഈശ്വരപ്രാപ്തിക്കായും ആശയെ ത്യജിച്ചിടൂ. ആശയുണ്ടാകും തോറും തുമ്പങ്ങൾ ഉണ്ടായിടും. ആശയെ ത്യജിച്ചിടാതെ ഇമ്പം ഉണ്ടാകില്ല. ആശയെ ത്യജിച്ചാൽ മാത്രമേ ഒരാളിൽ സ്നേഹം വളരുകയുള്ളൂ. ആശയെ ത്യജിച്ചിടൂ, ആശയെ ഇല്ലാതാക്കൂ. തിരുമൂലദേവൻ പറയാണ്, നിങ്ങൾ അല്ലയോ സാധക, നീ ആദ്യം ആശയെ ത്യജിക്കണം, ആശയെ ഇല്ലാതാക്കണം. ഈശ്വരപ്രാപ്തിക്ക് ആശയെ ത്യജിക്കാതെ മറ്റൊരു വഴിയുമില്ല. ഈശ്വരപ്രാപ്തി കിട്ടണമെങ്കിൽ, ജ്ഞാനിയാകണമെങ്കിൽ തീർച്ചയായിട്ടും നീ ആഗ്രഹങ്ങളെ ത്യജിക്കണം. പിന്നെ ആശയുണ്ടാകും തോറും തുമ്പങ്ങളുണ്ടായിടും. ആശ പെരുകും തോറും ദുഃഖങ്ങൾ കൂടിക്കൂടി വരും, നിരാശകളുണ്ടാകും. ആശകൾ കൂടുമ്പോൾ നിരാശയും കൂടിക്കൂടി വരും. അതുകൊണ്ട് ആശയെ ഇല്ലാതാക്കിയാൽ നിരാശയും ഉണ്ടാകില്ല. ആശയെ ത്യജിച്ചിടത്ത് ഇമ്പം വളർന്നു നിൽക്കും. ആശയെ ത്യജിച്ചാൽ മാത്രമേ ഇമ്പം, സ്നേഹം വളരുകയുള്ളൂ. ശിവസ്നേഹം, അൻപേ ശിവം നാം എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ സ്നേഹം വളരണമെങ്കിൽ ആശയെ ത്യജിക്കണം. എൻ്റേത് മമേതി എന്ന ഭാവം പോയി ന മമേതി, ഇതൊന്നും എൻ്റേതല്ല, എല്ലാം ഈശ്വരൻ്റേതാണ് എന്ന ഭാവത്തിൽ നാം ജീവിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജ്ഞാനത്തിൻ്റെ മഹാവീഥിയിലൂടെ പ്രവേശിച്ച് യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനമായ മോക്ഷത്തിൽ എത്തിച്ചേരാൻ കഴിയൂ എന്നാണ് തിരുമൂലദേവൻ ഇവിടെ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ രത്നച്ചുരുക്കം ഇത്രയാണ്. ഒരു ജ്ഞാനിയാവണമെങ്കിൽ ആദ്യം രണ്ട് ത്യാഗങ്ങൾ, രണ്ട് ത്യജിക്കലുകൾ നടത്തണം. ഒന്ന് ആശ, ആഗ്രഹങ്ങൾ ത്യജിക്കണം. പിന്നെ അതേപോലെ ഞാനെന്ന ഭാവം, അഹംഭാവം ത്യജിക്കണം. അപ്പോൾ തന്നെ സാധകൻ ഏറെക്കുറെ ജ്ഞാനത്തിൻ്റെ പ്രകാശലോകത്തെ കാണാൻ തുടങ്ങാം. പിന്നെ ആ പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ സാധന അയാളെ കൂടുതൽ സഹായിക്കുന്നു. അങ്ങനെ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ ആ ഉത്തുംഗ സോപാനത്തിലേക്ക്, ശിവപദത്തിലേക്ക് ഒരു സാധകൻ അവസാനം ഉയർന്ന് പൊങ്ങുന്ന കാഴ്ച നാം എല്ലാ മഹായോഗികളിലും കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഭീഷ്മരെ പറ്റി കാണുകയുണ്ടായി. ആ ഭീഷ്മരുടെ അവസാന നിമിഷത്തിൽ അദ്ദേഹം ഭഗവാനുമായിട്ട് ഒന്നിച്ചു ചേരുന്ന അത്ഭുതകരമായ അവസ്ഥാവിശേഷം നാം കാണുകയുണ്ടായി. ഇതാണ് തിരുമൂലദേവൻ ഈ ജ്ഞാനിയുടെ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് നമ്മളോട് പ്രധാനമായിട്ടും പറയുന്നു. ഓർക്കുക, ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുക, അതേപോലെ ഞാനെന്ന ഭാവം, അഹംഭാവത്തെ ഇല്ലാതാക്കുക. അതോടെ ജ്ഞാനത്തിൻ്റെ പ്രകാശം അയാളിൽ സ്ഫുരിക്കാൻ തുടങ്ങും.
ഇതാണ് ഒരു സാധകൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.